നല്ല കിട്ടില്ല നല്ല ടേസ്റ്റി സൂപ്പാണ്. അപ്പം എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആക്ച്വലി ക്ലിയർ സൂപ്പിനകത്ത് എണ്ണ ഒഴിച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷേ എനിക്ക് ആ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ ഒഴിക്കണം. നിർബന്ധമൊന്നുമില്ല എണ്ണ ഒഴിക്കണം കേട്ടോ. നമുക്കിതിലോട്ട് ചൂടായിട്ടുണ്ട്, അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഉണ്ടായിരുന്നുണ്ടാണ്. ഒരുപാട് മൂക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന്. ഇതിലോട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ല, അതുകൊണ്ട് ഞാൻ സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഉള്ളവർ അതിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് മൂക്കൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാബേജ്, മല്ലിയില. നമ്മുടെ കയ്യിൽ ഏത് പച്ചക്കറി ഉണ്ടെങ്കിലും അത് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതന്നെ വേണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മഷ്റൂം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ നമുക്ക് ചെയ്യേണ്ട. കുറച്ച് ഇതൊന്ന് ആയി വന്നതിന് ശേഷം നമുക്കത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് അങ്ങനെ വഴറ്റി കൊടുക്കണ്ട. അപ്പം നമുക്ക് ടേസ്റ്റിനേക്കാളും ഒരു സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങോട്ട് കുക്കാവണ്ട, പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യും. അപ്പം നമുക്ക് ഓവറായിട്ട് കുക്കാകണ്ട. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഓവർ കുക്കായിപ്പോവും, അതുകൊണ്ടാണ്. ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊരു 7 മിനിറ്റ് നേരം ഇതിങ്ങനെ കുക്കാവട്ടെ. കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിപ്പോവും. അപ്പോൾ ഇതുണ്ടോ, ഞാൻ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് പോരെങ്കിൽ നിങ്ങളത് വീണ്ടും നോക്കുക, കാരണം നമ്മൾ വെള്ളത്തിനനുസരിച്ച്, എനിക്കിപ്പോൾ ഇത് പാകമായിരിക്കും. കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കുറുക്കി വന്നിട്ടുണ്ട് നമ്മൾ ആ കോൺഫ്ലോർ ഒഴിച്ചുകൊണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ഞാനുണ്ടോ ചിക്കൻ വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം.
കാരണം ഓൾറെഡി നമുക്കിത് കുക്കായതാണല്ലോ, അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ആഡ് ചെയ്യുക. ഇനി ഇതിലോട്ട് മുട്ട ഉണ്ടല്ലോ, മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി ആക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ മുട്ട വട്ടത്തിൽ അപ്പം ആക്കുക, അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ പൊരിച്ചെടുക്കുക. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കി ചിക്കി ആക്കുക എന്ന് പറയും, ഞങ്ങൾ പറയാം കേട്ടോ. അതിന് എൻ്റെ അമ്മ തമാശ പറയണമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ സാധാരണ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. മുട്ടയും ചിക്കനും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ആഡ് ചെയ്യാത്തത്. അപ്പോൾ അവസാനം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് ഒരുവിധം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചെറിയൊരു നാരങ്ങയുടെ ഒരു പകുതി കഷ്ണം പിഴിഞ്ഞ് വയ്ക്കാം. ഇത് ഓപ്ഷനിലാണ്, എന്ന് വെച്ചാൽ പുളി വേണം എന്നുള്ള ചെറിയൊരു പുളി വേണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കാം. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ സൂപ്പാക്കുന്ന സമയത്ത് പൊതുവേ വിനാഗിരി ഉപയോഗിക്കാറില്ല, നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞൊഴിക്കാറ്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. വെച്ചാൽ ഒരു ചെറിയൊരു പുളിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ സോസ് കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല സൂപ്പർ സൂപ്പ്, നല്ല ചൂടോടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.